നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന മുഴകളെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടാവും നമ്മൾ. ചില മുഴകൾ വളരെ നിസ്സാരമായിരിക്കും, ചികിത്സകൾ കൊണ്ട് പൂർണ്ണമായും പെട്ടെന്ന് തന്നെ ഭേദമാകാറുണ്ട്. മറ്റു ചിലത് വളരെ സങ്കീർണതയിലേക്ക് പോകാറുണ്ട്. ഈ മുഴകൾക്ക് ഇന്ന് നൂതന രീതിയിലുള്ള രോഗനിർണയ മാർഗങ്ങളും ചികിത്സാ രീതികളുമുണ്ട്. ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ന്യൂറോ സർജനായ ഡോക്ടർ ജഗത് ലാൽ ഗംഗാധരൻ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, ഇപ്പോൾ ബ്രെയിനിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും നമ്മൾ ചിലർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് അത് പരിഹരിച്ച് കേൾക്കാറുണ്ട്. ചിലത് പലപ്പോഴും ക്യാൻസറസ് ആയിട്ടുള്ള മുഴകൾ വരെ കേട്ടിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ്, രോഗങ്ങളാണ് ഇത് മുഴകളുടെ രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നത്? തലച്ചോറിലെ മുഴകളെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള മുഴകളാണുള്ളത്. ഒന്ന് പ്രൈമറി ട്യൂമേഴ്സ്, അതായത് തലച്ചോറിൽ തന്നെ ഉത്ഭവിക്കുന്ന തരം ട്യൂമറുകൾ ഉണ്ടാവാറുണ്ട്. രണ്ടാമത്തേത് സെക്കൻഡറി ട്യൂമർ, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഉത്ഭവിച്ച് തലച്ചോറിലേക്ക് രക്തം വഴി പകർന്നെത്തുന്ന സെക്കൻഡറി ട്യൂമേഴ്സാണ് ഉണ്ടാകുന്നത്. ഈ പ്രൈമറി ട്യൂമേഴ്സ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ബിനൈൻ ട്യൂമേഴ്സ്, അതായത് അർബുദമല്ലാത്തവ. രണ്ടാമത്തേത് ക്യാൻസറസ് ആയിട്ടുള്ള മാലിഗ്നൻറ്റ് അല്ലെങ്കിൽ അർബുദമായ ട്യൂമേഴ്സ്. അർബുദമല്ലാത്ത ട്യൂമേഴ്സും തലച്ചോറിനകത്തിരിക്കുമ്പോൾ അതിന് വളരെയധികം പാർശ്വഫലങ്ങൾ, സൈഡ് ഇഫക്ട്സോടുകൂടെ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ തലച്ചോറിനകത്തെ ട്യൂമർ ഏറ്റവും സാധാരണമായി തലവേദനയായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുക. രണ്ടാമതായി അപസ്മാരം, ചുഴലി എന്നിങ്ങനെയും പുതിയ ട്യൂമറുകൾ തലയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അപസ്മാരമായിട്ട് പ്രത്യക്ഷപ്പെടാം. മൂന്നാമതായി കാഴ്ച, കേൾവി എന്നിവ കുറയുന്ന വിധത്തിൽ പ്രത്യക്ഷപ്പെടാം. പിന്നീട് ഒരു വശം, ഒരു പാർശ്വം തളർന്നു പോവുക, ഇത്തരത്തിൽ കൈകാലുകളിൽ തളർച്ച, ഇത്തരത്തിൽ നടക്കാൻ വിഷമം എന്നിങ്ങനെയും പ്രത്യക്ഷപ്പെടാറുണ്ട്. ഡോക്ടർ, ഇപ്പോൾ മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ട് പലപ്പോഴും ഈ ബ്രെയിനിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ വളരെ ഇതായിട്ട് നിസ്സാരമായിട്ടുള്ള പരിഹാരങ്ങൾ, ചിലരൊക്കെ വളരെ വേഗം തന്നെ ക്യൂറായിട്ടൊക്കെ തിരിച്ചു വരുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള രോഗനിർണയ മാർഗങ്ങളാണ് ഏറ്റവും പുതുതായിട്ട് ഉള്ളത്? ബ്രെയിൻ ട്യൂമേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നേരത്തെ ഉള്ള രോഗനിർണയമാണ് ഒന്നാമത്തെ കാര്യം. നേരത്തെ രോഗം നിർണ്ണയിക്കാൻ പറ്റിയാൽ, കൂടുതൽ പടരുന്നതിന് മുമ്പേ തന്നെ രോഗം നിർണ്ണയിക്കാൻ പറ്റിയാൽ പാർശ്വഫലങ്ങൾ വളരെയധികം കുറച്ചുകൊണ്ട് ആ ട്യൂമർ പൂർണ്ണമായി നീക്കാൻ പറ്റും. എസ്പെഷ്യലി ബിനൈൻ ട്യൂമേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ട്യൂമർ നീക്കം ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയത്ത് ക്യാൻസർ പോലെയുള്ള ട്യൂമറുകളിൽ പോലും രോഗിയുടെ പിന്നീടുള്ള ജീവിതത്തിൽ കൂടുതൽ ഡിപ്പെൻഡൻസി വരാതെ, തളർച്ചയൊന്നും വരാതെ പോകാനും നേരത്തെയുള്ള രോഗനിർണയവും നേരത്തെയുള്ള ചികിത്സയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ നേരത്തെയുള്ള രോഗനിർണയം വൈകുന്നത് കൊണ്ട് തന്നെയായിരുന്നു അല്ലേ പണ്ടൊക്കെ ഇത് ഗൗരവമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്? ഇപ്പോൾ ഏതെല്ലാം മാർഗങ്ങളാണ് ഉള്ളത്, രോഗനിർണയ മാർഗങ്ങൾ? രോഗനിർണയ മാർഗങ്ങൾ സാധാരണ മുമ്പേ ഉള്ളതുപോലെ തന്നെ CT സ്കാൻ, MRI ഇത് തന്നെയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അതിൽ CT സ്കാനാണ് വില കുറഞ്ഞിട്ടുള്ള, ചിലവ് കുറഞ്ഞിട്ടുള്ള രോഗനിർണയ മാർഗം. എങ്കിലും CT സ്കാന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്, പരിമിതികളുണ്ട്. കാരണം ബ്രെയിനിൻ്റെ അകത്തുള്ള ഓരോ കളർ ചേഞ്ചുകളിൽ നിന്നും ട്യൂമർ നോർമൽ ഏതാണെന്ന് വ്യത്യസ്തമായി മനസ്സിലാക്കാൻ CT സ്കാനിൽ വളരെയധികം പരിമിതികളുണ്ട്. MRI എന്ന മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്, അതിൽ റേഡിയേഷൻ വളരെ കുറവാണ്, സേഫ് ആയിട്ടുള്ള ഇമേജിംഗ് ആണ്. അതിൽ നൂതനമായി പല പല പുതിയ സാങ്കേതിക വിദ്യകളും വന്നതിന് ശേഷമാണ് രോഗനിർണയം വളരെയധികം ആക്യുറേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ MRI എന്നത് ചില സിഗ്നലുകൾ, കളറുകൾ വെച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത്തരം സിഗ്നലുകൾ ഉൽപ്പാദിപ്പിക്കാൻ ചെയ്യുന്ന സീക്വൻസിങ്, അതിലുള്ള ഡിഫറൻസും ഉണ്ട്. ട്യൂമർ ഏതാണ്, ട്യൂമർ അല്ലാത്ത തരം കട്ടികൾ ഏതാണ്, ഫോർ എക്സാമ്പിൾ ട്യൂബർകുലോസിസ്, ഇതും ട്യൂമറും വന്നാൽ ഒരുപോലെയാണ് ഏകദേശം കാണുന്നത്. പിന്നെ MRI പെർഫ്യൂഷൻ സ്റ്റഡി, അതായത് ട്യൂമറിനകത്തുള്ള രക്ത ഓട്ടത്തിൻ്റെ അളവ് കറക്റ്റാക്കി ശരിയായി മനസ്സിലാക്കി അതിൽ നിന്ന് ട്യൂമറിൻ്റെ ഗ്രേഡ് പോലും മനസ്സിലാക്കാൻ പറ്റും. പിന്നെയാണ് MR സ്പെക്ട്രോസ്കോപ്പി, ട്യൂമറിനകത്തുള്ള കെമിക്കൽ ഏതാണെന്ന് മനസ്സിലാക്കി അത് TB ആണോ ട്യൂമറാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. വേറെ നൂതനമായിട്ടുള്ള ഒരു MRIയുടെ ആപ്ലിക്കേഷനാണ്. അതായത് ഓപ്പറേഷൻ, ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ MRI പോലുള്ള സ്കാൻ വളരെയധികം ഡോക്ടറെ സഹായിക്കുന്നു. അപ്പം MRI എത്ര ആക്യുറേറ്റ് ആവുന്നോ അത്രയും ഡോക്ടർക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള സർജറി പ്ലാൻ ചെയ്യാനും പറ്റുന്നുണ്ട് അല്ലേ ഡോക്ടർ? ഇപ്പോൾ ഇത് പറയുമ്പോഴാണ് രോഗനിർണയ മാർഗത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ ട്യൂബർകുലോസിസും ബ്രെയിൻ ട്യൂമറും തമ്മിലുള്ള ഇത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലക്ഷണങ്ങൾ ഒരു പ്രധാന ഘടകമാണല്ലോ. ബ്രെയിൻ ട്യൂമറിന് എന്തെല്ലാം തരത്തിലുള്ള ലക്ഷണങ്ങളാണ് കാണുന്നത്? ഈ ബ്രെയിൻ ട്യൂമറും ട്യൂബർകുലോസിസ് തലച്ചോറിനകത്ത് വരുന്നതും തമ്മിൽ രോഗിയെ സംബന്ധിച്ചിടത്തോളം
ഒരു വ്യത്യാസവും ഉണ്ടാവുന്നില്ല. അവരുടെ ലക്ഷണങ്ങൾ ഒരുപോലെ തന്നെ ആയിരിക്കും. കാരണം തലവേദന അല്ലെങ്കിൽ കാഴ്ച കുറയുക, അപസ്മാരം വരെ ഇങ്ങനെ തന്നെയാണ്. അപ്പം പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ട്യൂബർക്ലോസിസിൻ്റെ പ്രിവലൻസ് വളരെയധികം ധാരാളമുണ്ട്. അത്തരം ഒത്തിരി ധാരാളം കേസുകൾ കാണാറുണ്ട്. അപ്പോൾ ഏകദേശം ഒരേ ലക്ഷണങ്ങളായിരിക്കും. ഡോക്ടറെ അടുത്ത് വന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഇത് ഏതാണെന്ന് ഡോക്ടറെ അടുത്ത് വന്ന് ഇങ്ങനെ MRI സ്കാനുകൾ ഈ പ്രത്യേക തരം സ്കാനുകൾ ചെയ്താലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ? ഡോക്ടർ, നമ്മുടെ ഒരു കോളർ ഉണ്ട്. ഹലോ ഹലോ ഡോക്ടർ സംസാരിക്കാനാണ്. ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, എനിക്ക് ഒരു 11 വയസ്സായ ആൺകുട്ടിയുണ്ട്. മോന് ഫിക്സിന്റെ കംപ്ലൈന്റ് ഉണ്ട്. ഹലോ ഫിക്സിന്റെ കംപ്ലൈന്റ് ഉണ്ട്. അവന് ചെവിക്ക് കംപ്ലൈന്റ് ഉണ്ട്. കണ്ണിന്റെ 2 ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. അപ്പൊ ഡോക്ടർ, ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ ഡോക്ടർ പറയുന്നത് MRI സ്കാനിങ് കഴിഞ്ഞു. അപ്പൊ ഡോക്ടർ പറയുന്നത് തലയുടെ ഒരു സൈഡിൽ പുകച്ചില് പോലെ ആകുന്നാന്ന് പറഞ്ഞ. തലയുടെ സൈഡില് ഒരു പുകച്ചില് പോലെ പോടപ്പ് പോലെ ഉണ്ട്. പിന്നെ ഇതിന് തലച്ചോറിനാണ് കംപ്ലൈന്റ് എന്നാ പറയുന്നത്. ഈ ചെറിയ പ്രായത്തിൽ വരുന്ന അപസ്മാരം എല്ലാം ബ്രെയിൻ ട്യൂമർ കൊണ്ടാവണമെന്നില്ല. ജന്മനാൽ വരുന്ന ഡെവലപ്മെൻ്റൽ ആയിട്ടുള്ള അനോമലീസ് എന്ന് പറയും. ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിൽ വരുന്ന അനോമലീസ് കാരണവും ഇങ്ങനെ അപസ്മാരമായിട്ട് പ്രസൻറ്റ് ചെയ്യാം. പ്രത്യേകിച്ച് ഇത്രയും ചികിത്സ കഴിഞ്ഞതിന് ശേഷവും പേഷ്യൻറ്റിന് അപസ്മാരത്തിൻ്റെ കൺട്രോൾ വന്നതുകൊണ്ട് അത് ബ്രെയിൻ ട്യൂമർ പോലെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണെന്ന് തോന്നുന്നില്ല. എങ്കിൽ പോലും ഈ ചികിത്സ, ഇതിനു വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ചികിത്സ ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ട് നടത്തേണ്ടതാണ്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ രോഗനിർണയ മാർഗങ്ങളിലും ചികിത്സാ മാർഗങ്ങളിലും തന്നെ നൂതനമായ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ അതേക്കുറിച്ചൊക്കെ ഒന്ന് നമുക്ക് പറയാമെന്ന് തോന്നുന്നു. കാരണം പലർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തൊരവസ്ഥയുണ്ട്. അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏതെല്ലാം ഹോസ്പിറ്റലുകളിൽ ഇതുണ്ടെന്നൊന്നും ആർക്കും അറിയില്ല. വിദേശത്ത് പോകേണ്ടി വരും എന്നുള്ളൊരു ധാരണ. ഇപ്പോൾ ഞാൻ ആദ്യം തുടങ്ങിയത് തന്നെ MRI കുറിച്ചാണ്. ഇത്തരം ഞാനിപ്പോൾ പറയാൻ പോകുന്ന നൂതനമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള വളർച്ചകളെല്ലാം തന്നെ കേരളത്തിലെ പല ഹോസ്പിറ്റലുകളിലും ലഭ്യമാണ്. ഇത് അമേരിക്കയിൽ ഇപ്പോൾ ഉള്ള തരം ട്രീറ്റ്മെൻറ്റുകളും ആ ടെക്നോളജി മുഴുവനും ഇപ്പോൾ കേരളത്തിലെ പല ആശുപത്രികളിലും ലഭ്യമാണ്. ഇപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞതാണ് MRI, കൃത്യമായ രോഗനിർണയം. അത് ട്യൂമർ ആണെങ്കിൽ എവിടെ, ലോക്കലൈസേഷൻ, ബ്രെയിനിൻ്റെ ഏത് ഭാഗത്ത്. ലോക്കലൈസേഷനിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ബ്രെയിനിൻ്റെ പുറത്താണോ അതോ ബ്രെയിനിൻ്റെ ടിഷ്യൂയുടെ അകത്താണോ എന്നുള്ള ലോക്കലൈസേഷൻ ഉണ്ട്. ഇനി തലച്ചോറിനുള്ളിലാണെങ്കിൽ തലച്ചോറിൻ്റെ നോർമലായി, അതായത് നമ്മുടെ കേൾവി, വിഷൻ, അതുപോലെ മോട്ടോർ, കൈയിൻ്റെ കാലിന് ശക്തി വരുന്ന അതിനൊക്കെയുള്ള ട്രാക്സുകളാണുള്ളത് തലച്ചോറിനുള്ളത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ വയർ പോലെയാണ്. അപ്പോൾ നമ്മൾ കൈ അനക്കണമെങ്കിൽ തലച്ചോറിനകത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വയർ കയ്യിലെത്തിയാലാണ് അനക്കുന്നത്. അപ്പം അതുമായിട്ട് എത്ര അടുത്താണ് ട്യൂമർ ഇരിക്കുന്നത്, അതുമായിട്ടുള്ള റിലേഷൻ, ആ ലോക്കലൈസേഷൻ മനസ്സിലാക്കാനാണ് MRI ട്രാക്ടോഗ്രാഫി എന്നുള്ളത് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തേത് ഡയഗ്നോസിസ് കഴിഞ്ഞാൽ ചികിത്സയിലൂടെ. അതിലേക്ക് വരും മുമ്പ് ഒരു കോൾ എടുക്കാം നമുക്ക്. ഹലോ ഹലോ ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഹലോ സാർ, ചോദിച്ചോളൂ ട്ടാ. ഞാൻ പാലക്കാട് ജില്ലയിലെ പഴയ ലക്കിടിന്നാണ് വിളിക്കുന്നത്. പറയൂ. എന്റെ ഒരു ബന്ധുവിന് തലവേദന കണ്ടിട്ട് അത് ചെക്ക് ചെയ്യാൻ പോയപ്പോ അവർ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് തലയിൽ ഒരു മുഴ കണ്ടു, തലച്ചോറിന്റെ ഉള്ളിലാണെന്ന് പറഞ്ഞു. അത് ട്യൂമർ ആണോ അല്ലേ എന്ന് വ്യക്തമായിട്ട് അറിയുന്നതിന് മുൻപ് അത് ഓപ്പറേഷൻ ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെ അത് മദ്രാസിൽ പോയിട്ട് കഴിഞ്ഞ മാസം ഓപ്പറേഷൻ ചെയ്തതാണ്. ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് പറഞ്ഞു 30 റേഡിയേഷൻ ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ 30 റേഡിയേഷൻ ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ റേഡിയേഷൻ തന്നെയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അത് റേഡിയേഷൻ ചെയ്യുന്ന സ്ഥിതിക്ക് അത് യഥാർത്ഥ ട്യൂമർ ആണോ സാർ? അതല്ല, അവിടെ വ്യക്തമായിട്ട് പറയുന്നില്ല. ട്യൂമർ ആണോ അല്ലേ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. റേഡിയേഷൻ ആവശ്യമായി വരുമ്പോൾ അത് ട്യൂമർ ആകാനല്ലേ സാധ്യത സാർ? താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ രോഗിയുടെ വിവരം കേട്ട് ഒരു ക്യാൻസർ പോലുള്ള അർബുദമായിട്ടുള്ള ഒരു ട്യൂമറായിട്ടാണ് മനസ്സിലാവുന്നത്. കാരണം അർബുദ ചികിത്സയിൽ, തലച്ചോറിലെ മുഴകളിൽ അർബുദത്തിൻ്റെ ചികിത്സയിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷവും ചില ഭാഗങ്ങൾ, ട്യൂമറിൻ്റെ ചില ഭാഗങ്ങൾ ഇൻഫിൽട്രേറ്റ് ചെയ്യാന്ന് പറയും. അതായത് തലച്ചോറിൻ്റെ ഉള്ളിൽ പല ഭാഗത്തും ചെറിയ ചെറിയ ട്യൂമറിൻ്റെ ശകലങ്ങൾ കിടക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പം അതിനെ കൂടെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി റേഡിയോ തെറാപ്പിയുടെ ആവശ്യം വരാം. അപ്പം വളരെ ശക്തമായ തോതിലുള്ള റേഡിയേഷൻ തലയുടെ ഉള്ളിൽ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഫ്രാക്ഷനേഷൻ എന്ന രീതിയിൽ 30 ദിവസത്തെ റേഡിയേഷൻ കൊടുക്കാനുള്ള കാരണം അതാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം കൂടെ വ്യക്തമാണ്. അതായത് ഈ നമ്മൾ തലച്ചോറിൽ മുഴ എടുത്തു കഴിഞ്ഞാൽ അത് പാത്തോളജി ആയിട്ട് പരിശോധിക്കണം. അപ്പോൾ അതിൻ്റെ ഗ്രേഡ് ഓഫ് ദ ട്യൂമർ കണ്ടുപിടിക്കാൻ വേണ്ടി പാത്തോളജിക്കൽ എക്സാമിനേഷൻ നടത്തണം. അതിനുശേഷമാണ് റേഡിയേഷൻ ആവശ്യമുണ്ടോ എന്നുള്ള തീരുമാനം എടുക്കുന്നത്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ
ഹലോ. നമസ്കാരം. സംസാരിച്ചോളൂ നമസ്കാരം. ഡോക്ടറോട്. സർ പറയാം സർ. പറയൂ. സർ ഞാൻ പിന്നെ മാത്രമാണ് സൂര്യനെ. ഓക്കെ, ചോദിച്ചോളൂ. എനിക്ക് ഒരു 3 മാസം 3-4 മാസം മുപ്പട്ടെ അണുബാധ വന്നിട്ട് ചോദിച്ചോളൂ, വ്യക്തമായി ചോദിക്കൂ കേട്ടോ. ഹലോ. ഞാൻ ഒരു 3-4 മാസം മുപ്പട്ടെ അണുബാധ വന്നിട്ട് ബോധരഹിതനായി നേരെ പിന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റായി 4 ദിവസം വെന്റിലേറ്ററിൽ കിടന്നിട്ട് വളരെ സീരിയസ് ആയിട്ട് 5-10 ദിവസം കഴിഞ്ഞിട്ടാണ് ICU പുറത്ത് വന്ന്. വളരെ സീരിയസ് ആയിരുന്നു. ആ സമയത്ത് എൻ്റെ ഹാർട്ട് പിന്നെ ലിവർ കിഡ്നി എല്ലാറ്റിനെയും പിന്നെ ഈ അണുബാധ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് രക്ഷപ്പെട്ടിട്ടാണ് വന്നതാണ്. അപ്പൊ അന്ന് ഇവിടുന്ന് അഡ്മിറ്റ് ചെയ്ത ദിവസവും പിന്നെ അതിന് ലാസ്റ്റ് സമയവും ഈ വായിന്നൊരു നിറപോലെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പൊ അവര് പറഞ്ഞു പിന്നെ ഇത് പിന്നെ അവസ്മാരത്തിന്റെ ലക്ഷണമാവാം, അവള് പിന്നെ ബ്രെയിൻ മാപ്പിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ബ്രെയിൻ മാപ്പ് ചെയ്തു. അതിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് മുതൽ ലിവിപ്പിൻ എന്ന് പറഞ്ഞ ഒരു ഗുളിക പിന്നെ ഞാൻ 500-ന്റെ 1000 mg കഴിക്കുന്നുണ്ട്. അത് 2 വർഷം വരെ കഴിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് ബാക്കില് ബ്രെയിനിന്റെ ബാക്കിലേക്കൂടെ ഇങ്ങനെ എന്തെല്ലോ ചില അസ്വസ്ഥതകൾ വരുന്നുണ്ട്. പിന്നെ ചില സമയത്ത് എന്താ സംശയം എന്താ? അപ്പൊ ഇത് ഇപ്പൊ ഇവിടുന്ന് കേൾക്കുമ്പോൾ തോന്നി എനിക്കത് വല്ല ട്യൂമറിന്റെ ലക്ഷണമാണെന്ന്. കാരണം മറ്റെനിക്ക് വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. താങ്കളുടെ രോഗവിവരത്തിൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. അപസ്മാരം എന്നാൽ എപ്പോഴും ബ്രെയിൻ ട്യൂമർ ഉള്ളപ്പോൾ ഉണ്ടാകുന്ന രോഗലക്ഷണമല്ല. കാരണം നമ്മുടെ ശരീരത്തിൽ ഉപ്പിൻ്റെ അംശം കുറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വലിയ സ്ട്രെസ്, സെപ്റ്റിസീമിയ, അണുബാധ പോലുള്ള വരുന്ന സമയത്തെല്ലാം ബ്രെയിൻ കൂടുതൽ ഇറിറ്റേറ്റഡായി ബ്രെയിനിൽ നിന്നും അപസ്മാരം വരാം. ചുരുക്കം ചില ആളുകളിൽ തലച്ചോറിൽ ഇൻഫെക്ഷൻ വന്നാൽ പോലും ഈ അപസ്മാരം വരാം. പക്ഷേ ബ്രെയിൻ ട്യൂമർ റിലേറ്റഡ് ആയിട്ടുള്ള അപസ്മാരത്തിലാണ് കൂടുതൽ നാൾ ഈ ഡൈവാൽപ്രോക്സ് പോലുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരുന്നത്. ഇത്തരം അപസ്മാരത്തിന് സീഷർ എന്ന് പറയും. മറ്റേതൊരു എപ്പിലെപ്സി ഡിസോർഡറാണ്, കുറേ കാലം ഇരിക്കുന്നത്. ഈ ഒരു എപ്പിസോഡ് മാത്രം വരുന്ന സീഷറിനെല്ലാം വളരെ കുറച്ച് കാലത്തേക്ക് ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സ് കഴിച്ചാൽ മതിയാകും. താങ്കളുടെ തലയുടെ ഉള്ളിൽ ബ്രെയിൻ MRI എന്തോ ചെയ്തത് കാരണം ട്യൂമർ ഒന്നുമില്ല എന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ട സ്ഥിതിക്ക് താങ്കൾ ധൈര്യമായിട്ടിരിക്കാം. ഡോക്ടറിലെ തുടരുന്നു. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. സംസാരിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ പറയൂ. ഹലോ. പറയൂ, കേൾക്കാം. എനിക്ക് എപ്പോഴും ഭയങ്കര തലവേദനയാണ്. അത് തലയൊക്കെ താഴ്ത്തുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോഴൊക്കെ തലവേദന എപ്പോഴും കൂടും. തുടർച്ചയായിട്ട് ഇങ്ങനെ തലവേദന ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. എത്ര വർഷങ്ങളായിട്ടുണ്ട് ഇപ്പൊ ഈ തലവേദന? ഒരു 10 വർഷത്തോളൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. അതിന്റെ ഇടയ്ക്ക് ഒരു 2-3 ENT-നൊക്കെ കാണിച്ചു, പക്ഷെ എന്നിട്ടൊന്നും കുറഞ്ഞില്ല. ഒരു വശത്ത് മാത്രമായിട്ട് വരുന്ന തലവേദനയാണോ അതോ 2 വശത്ത് വരുമോ? ഒന്നായി തലഭാഗത്ത്, ഒന്നാകെ ഈ നെറ്റിന്റെ ഒക്കെ ഭാഗത്തായിട്ട് ഒന്നായിട്ട് തോന്നുന്നു. ഒരു ദിവസത്തിൽ ഏത് സമയത്ത് വരാം? രാവിലെയാണോ അല്ല വൈകുന്നേരമാണോ കൂടുതലായിട്ട് കാണുന്നത്? വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി കൂടും. ചില സമയത്ത് രാവിലെ മുതലേ ഉണ്ടാവും. പക്ഷെ അത് ഓവറായിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റായില്ല. ഞാനൊക്കെ ജോലികളൊക്കെ ചെയ്യും, പക്ഷെ എന്നാലും തലവേദന പൂർണ്ണമായിട്ടും മാറൂല. വളരെ വർഷമായിട്ടുള്ള തലവേദന എന്ന് പറയുന്നത് സാധാരണ ഒന്നുകിൽ മൈഗ്രെയിൻ ഹെഡേക്ക് ആവാം, അല്ലെങ്കിൽ ടെൻഷൻ ഹെഡേക്ക്. ഇത്തരം ഘടകങ്ങളിൽ വരുന്ന തലവേദനയാണ്. ട്യൂമർ കൊണ്ടുള്ള തലവേദന ആവാൻ സാധ്യത വളരെ കുറവാണ്. എങ്കിലും ഒരു ന്യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാനും കണ്ണിൻ്റെ കാഴ്ചശക്തി ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ന്യൂറോളജിസ്റ്റിന് സംശയം വരികയാണെങ്കിൽ മാത്രം സ്കാൻ എടുത്ത് പരിശോധിച്ചാൽ മതിയാകും. സാധാരണഗതിയിൽ ഇതൊരു ട്യൂമർ കൊണ്ടുള്ള തലവേദന ആവാനുള്ള സാധ്യത കുറവാണ്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ ഡോക്ടർ, പറയൂ. ചോദിച്ചോളൂ. അത് എനിക്ക് കണ്ണിന് പ്രഷർ വന്നിട്ട് കണ്ണിലെ ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം ലേസർ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഒരു കണ്ണിന് ഒരു ചൊറിയുണ്ട്, പിന്നെ ഇങ്ങനെ കണ്ണിൽ വെള്ളം ഒഴിക്കും. അത് 1-1.5 മാസമായിട്ട് ഒരു കണ്ണിന് മാത്രം അങ്ങനെ വെള്ളം വരുന്നുണ്ട്. അത് ഇങ്ങനത്തെ എന്തെങ്കിലും ലക്ഷണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് അറിയാനായിട്ട്. കണ്ണിന്റെ പ്രഷർ കൂടുന്നത് വളരെ വ്യത്യസ്തമായ ഗ്ലോക്കോമ എന്ന രോഗമാണ്. അപ്പോൾ അതിന് ലേസർ ട്രീറ്റ്മെന്റ് കൊടുത്ത് ഗ്ലോക്കോമയ്ക്ക് വേണ്ടിയിട്ടുള്ള ശസ്ത്രക്രിയയാണ് അത് ബൈപ്പാസ് ചെയ്യുന്നത്.
അതും തലച്ചോറിനകത്തുള്ള മുഴയായിട്ടുള്ള യാതൊരു ബന്ധവും ഇല്ല എന്നാണ് തോന്നുന്നത്. ഡോക്ടർ, ഇപ്പോൾ ഈ തലച്ചോറിലെ മുഴകളെ കുറിച്ച്, അതിന്റെ ശസ്ത്രക്രിയകളെ കുറിച്ച് പറയുമ്പോൾ രോഗി ഉണർന്നിരിക്കുമ്പോൾ തന്നെ, സാധാരണഗതിയിൽ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ തന്നെ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു രോഗിയാണ് നമ്മുടെ മനസ്സിൽ വരിക. രോഗി ഉണർന്നിരിക്കുമ്പോൾ തന്നെ ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ ഒരു പ്രാധാന്യം, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലച്ചോറിലെ നോർമലായിട്ടുള്ള ഭാഗങ്ങളും ട്യൂമറും തമ്മിലുള്ള ആ ഏരിയ, ആ വ്യത്യാസം നമുക്ക് എപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. ഉദാഹരണത്തിന് നമ്മൾ സംസാരിക്കുന്ന കൺട്രോൾ ചെയ്യുന്ന തലച്ചോറിനകത്ത് ഒരു ഭാഗമുണ്ട്, സ്പീച്ച് ഏരിയ എന്ന് പറയും. അപ്പോൾ അവിടെ അതിനടുത്ത് വരുന്ന ഒരു ട്യൂമറാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൈകാലുകളുടെ സ്വാധീനം വരാൻ വേണ്ടി തലച്ചോറിനകത്തുള്ള മോട്ടോർ ഏരിയ ഉണ്ട്, അതിനടുത്തുള്ള ഭാഗങ്ങൾ വരുന്ന ട്യൂമറൊക്കെ ആണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് സ്പീച്ച് ഏരിയ ആണ്, ഈ ഭാഗത്ത് പരിക്കേറ്റാൽ രോഗിക്ക് ജീവിതകാലം മുഴുവൻ സംസാരശേഷി കിട്ടില്ല എന്ന്. അപ്പോൾ അങ്ങനെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമ്പോൾ രോഗി ഉണർന്നിരിക്കണം. അപ്പോൾ അതിനാണ് എവേക്ക് ക്രേനിയോട്ടമി എന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം അനസ്തീഷ്യ, ന്യൂറോ സർജറി പോലെ തന്നെ അനസ്തീഷ്യയിലും മരുന്നുകളിലും വന്ന വളരെയധികം അഡ്വാൻസ്മെൻറ്റിലാണ്. വേദന ഒട്ടും ഇല്ലാതെ പേഷ്യൻറ്റിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തലച്ചോറ് തുറന്ന് കഴിയുമ്പോൾ അപ്പോൾ അതിൽ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യും, ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറയും. അതായത് തലച്ചോറിന് മേലെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഇപ്പോൾ രോഗി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ സ്പീച്ച് അറസ്റ്റ്, രോഗിയുടെ സംസാരം പെട്ടെന്ന് നിൽക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് സ്പീച്ച് ഏരിയ ആണെന്ന്. ഇതല്ലെങ്കിൽ മോട്ടോർ കോർട്ടെക്സിൽ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്താൽ രോഗിയുടെ കൈകാലുകൾ അനങ്ങും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മോട്ടോർ കോർട്ടെക്സ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഇത് രണ്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഏരിയയിൽ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ നമുക്ക് അത് മാറ്റി വെച്ച് ബാക്കി ഭാഗങ്ങളിലുള്ള ട്യൂമർ എടുത്ത് മാറ്റാൻ പറ്റും. രണ്ടാമത്തെ ഒരു അഡ്വാൻസ്മെൻ്റ് ആണ് നാവിഗേഷൻ. നാവിഗേഷൻ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കാർ ഓടിക്കുമ്പോൾ ഇപ്പോൾ നാവിഗേഷൻ യൂസ് ചെയ്ത് ആണല്ലോ ഡ്രൈവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രെയിനിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും നമ്മളെ നാവിഗേഷൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ രോഗിയുടെ MRI സ്കാൻ, മുംബൈയിലെ MRI സ്കാൻ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ രോഗിയുടെ തലച്ചോറിൽ എവിടെ തൊടുമ്പോഴും സ്കാനിൽ നമുക്ക് കാണാൻ പറ്റും എവിടെയാണ് നമ്മൾ തൊട്ടിരിക്കുന്നതെന്ന്. അങ്ങനെ വളരെ സൂക്ഷ്മമായിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തലച്ചോറിൻ്റെ ഏരിയാസ് നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. ഇത്തരം അഡ്വാൻസ്മെൻറ്റ്സ് ആണ് നമ്മുടെ രോഗിയുടെ പാർശ്വഫലങ്ങൾ കുറഞ്ഞുള്ള ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ചോദിക്കൂ ഡോക്ടർ. ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് ഡോക്ടർ. നമസ്കാരം. നമസ്കാരം. ഞാൻ 65 വയസ്സുണ്ട് എനിക്ക്. അപ്പൊ എനിക്ക് ഇന്ന് പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്നൊരു കണ്ണിനൊരു ഇച്ചിരി കുറച്ചു നേരത്തേക്ക് ഒരു മങ്ങൽമാരെ തോന്നി ഇന്നാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇന്ന് ഡോക്ടർ ലൈവ് ഉണ്ട്, അപ്പൊ ഒന്ന് ചോദിച്ചേക്കാന്ന് പറഞ്ഞു. പെട്ടെന്ന് വരുന്ന കണ്ണിൻ്റെ മങ്ങൽ ഒരു തരം സ്ട്രോക്കിൻ്റെ ഒരു ചെറിയൊരു ലക്ഷണമായിട്ടാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണാറുള്ളത്. അപ്പോൾ ഇത്തരം അവസ്ഥയിൽ കൈകാലുകൾക്ക് തളർച്ച, അങ്ങനെ പെട്ടെന്നായിട്ട് വരുന്ന സിംറ്റംസ് എല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും പെട്ടെന്ന് ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി അത്തരം സിംറ്റംസ് ഉണ്ടോ എന്ന് നോക്കേണ്ടതാണ്. കാരണം ഇത്തരം സ്ട്രോക്കുകൾ വളരെ നേരത്തെ കാണുകയാണെങ്കിൽ ഒരു മുഴുനീള സ്ട്രോക്ക് വരാതെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പോൾ അത്ര നിസ്സാരമായിട്ട് എടുക്കാതെ ഡോക്ടറെ കാണുന്നതായിരിക്കും നല്ലത് അല്ലേ? ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ ഈ ബ്രെയിൻ ട്യൂമറിൻ്റെ അല്ലെങ്കിൽ ബ്രെയിനിലുണ്ടാകുന്ന മുഴകളുടെ ചികിത്സകളിൽ പല വാക്കുകളും നമ്മൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവാറില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പി, അതെന്താണ് എന്നൊന്ന് പറയാം. അതൊരു നൂതനമായിട്ടുള്ള ഒരു മൈക്രോസ്കോപ്പിയാണ്. കാരണം ന്യൂറോ സർജറിയിൽ ബ്രെയിൻ ട്യൂമേഴ്സ് എല്ലാം മൈക്രോസ്കോപ്പ് വെച്ച് വളരെയധികം മാഗ്നിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, കൂടുതൽ നോർമൽ ബ്രെയിനിന് ഡാമേജ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പിയിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ട്യൂമർ ഓപ്പറേഷനിൽ മാത്രം ഉപയോഗിക്കുന്നതാണ് ഒരു ഫ്ലൂറസെൻസ് ഡൈ. അത് ഇഞ്ചെക്ട് ചെയ്യും. എന്നിട്ട് അതിനുശേഷം അത് നമ്മുടെ ട്യൂമർ മാത്രം ഫ്ലൂറസെൻസിൽ തിളങ്ങുന്ന ഒരു അവസ്ഥ കാണാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ട്യൂമർ മാത്രം എടുത്തു മാറ്റുവാൻ സാധിക്കുന്നതാണ്. മറ്റൊന്ന്, ഈ ശസ്ത്രക്രിയകളിൽ എല്ലാ തരത്തിലുള്ള ശസ്ത്രക്രിയയിലും കീഹോൾ സർജറി ഇപ്പോൾ ഉണ്ട്. അപ്പം ബ്രെയിനിലെ മുഴകൾക്ക് അത്തരം ഉണ്ടോ? ബ്രെയിനിലെ മുഴകളിലും ലിമിറ്റഡ് ആയിട്ടുള്ള കീഹോൾ സർജറി അവൈലബിൾ ആണ്. ഏറ്റവും ഒന്നുള്ളത് എൻഡോസ്കോപ്പിക് സർജറി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ മൂക്കിനുള്ളിലുള്ള നോസ്ട്രലിലുള്ള മൂക്കിനുള്ളിലെ ദ്വാരത്തിലൂടെ ഒരു ENT സർജൻ്റെ സഹായത്തോടു കൂടിയാണ്, ഒരു ടീം വർക്കായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നേരിട്ടെത്തുവാനും പണ്ട് മൈക്രോസ്കോപ്പ് വെച്ച് ചെയ്തിരുന്നതിനെക്കാട്ടിലും കൂടുതൽ അടുത്ത് വെച്ചിട്ട് ഇത് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മുടെ എൻഡോസ്കോപ്പ് വളരെ അടുത്തെത്തും, ടോട്ടൽ ട്യൂമർ റിമൂവൽ ചെയ്യാൻ പറ്റും. അങ്ങനെ സ്കൾ ബേസ് സർജറിയിലാണ് കൂടുതലായിട്ടും കീഹോൾ സർജറി ഉപയോഗപ്പെടുത്തി വരുന്നത്.
മറ്റൊന്ന് ഡോക്ടർ, ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ചികിത്സകളെക്കുറിച്ച് അതിലെ പുതിയ മാർഗങ്ങൾ എന്തെല്ലാമാണ്? ശസ്ത്രക്രിയയ്ക്ക് ശേഷം അർബുദ കേസുകളിലും ബ്രെയിൻ ട്യൂമേഴ്സിലെ ക്യാൻസറസ് ആയിട്ടുള്ള കേസുകളിൽ റേഡിയോ തെറാപ്പി വളരെയധികം ആവശ്യമുണ്ട്. അപ്പോൾ ചിലതരം അർബുദങ്ങളിലും റേഡിയോ തെറാപ്പി ബ്രെയിനിന് നോർമൽ ഏരിയകളിൽ റേഡിയേഷൻ പതിക്കുകയാണെങ്കിൽ കൂടുതൽ പേഷ്യൻറ്റിൻ്റെ ഔട്ട്കം വളരെയധികം മോശമായിട്ട് വരും, തളർച്ച എല്ലാം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം കേസുകളിൽ കൺഫോമൽ റേഡിയോ തെറാപ്പി, അതായത് അർബുദം ഉള്ള ഭാഗങ്ങളിൽ മാത്രം റേഡിയേഷൻ കൊടുക്കുന്ന ഒരു ചികിത്സാ രീതിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവുമായിട്ടുള്ള അഡ്വാൻസ്ഡ് ആണ് ഗാമ നൈഫ് റേഡിയോ സർജറി എന്ന് പറയും, സൈബർ നൈഫ് എന്ന് പറയും. അപ്പോൾ ഇതിൽ ക്യാൻസർ അല്ലാത്ത ബിനൈൻ ആയിട്ടുള്ള ട്യൂമേഴ്സ് പോലും കരിച്ചു കളയാൻ പറ്റും. അപ്പോൾ അതിന് ഗാമ നൈഫ് റേഡിയോ സർജറി എന്ന് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഒരു ഓപ്പറേഷനോ ഒന്നും ഇല്ലാതെ തന്നെ ഏറ്റവും വളരെ ശക്തമായ റേഡിയേഷൻ ബിനൈൻ ട്യൂമേഴ്സിന് മേലെ പതിപ്പിച്ച് ഒരൊറ്റ ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ അത് കരിച്ച് കളയുന്ന ഒരു തരം രീതിയുണ്ട്. രണ്ടാമത്തെ ഒരു നൂതനമായിട്ടുള്ള ഒരു ഇതാണ് കീമോതെറാപ്പിയിൽ. പണ്ടത്തെ പോലെ വളരെ ടോക്സിക് ആയിട്ടുള്ള ബോൺ മാരോ എന്ന ഏരിയകളിൽ ടോക്സിക് ആയിട്ടുള്ള കീമോതെറാപ്പിയിൽ നിന്നും ഇഞ്ചക്ഷനിൽ നിന്നൊക്കെ മാറി വെറും ടാബ്ലറ്റ് രൂപത്തിലുള്ള കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അർബുദത്തിൽ അത് ചില ട്യൂമേഴ്സിൽ മാത്രമാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.